റിസപ്ഷൻ വർക്കും ബ്രൈഡൽ വർക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് നോക്കാം. നമുക്കത് ചെയ്തു തരാൻ നിൽക്കുന്നത് മായ ചേച്ചിയാണ്. മായ ചേച്ചി പറഞ്ഞോളൂ. അപ്പോൾ ചേച്ചി ഇന്ന് എന്താ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്? നമ്മളൊരു പാർട്ടി മേക്കപ്പാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഷാന ഭയങ്കര ബിസിയാണ്. അപ്പം നമ്മുടെ മോഡലായിട്ടിരിക്കുന്ന ഈ സുന്ദരി കുട്ടിയാണ്. ഓക്കെ. പുള്ളി ഭയങ്കര ബിസിയാണ്, IT ഫീൽഡ് വർക്ക് ചെയ്യാണ്. പക്ഷെ ഞാൻ വിളിച്ചപ്പം വന്നു. അപ്പം നമുക്ക് തുടങ്ങാം. ശരി. അപ്പോൾ നമ്മളിപ്പോൾ ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഹെയർ സെറ്റ് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചു, ബാക്കിയുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? റിസപ്ഷൻ ലുക്കാണോ? ഒരു റിസപ്ഷൻ ലുക്കാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഏത് മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്? ഞാനൊരു ചെറിയൊരു പാർട്ടി മേക്കപ്പാണ് ചെയ്യുന്നത്. അതൊരു ഗ്ലോ മേക്കപ്പാണ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ മേക്കപ്പ് എന്താ? ഗ്ലോ മേക്കപ്പ് അതിന് വേറെ എന്താ ഉള്ളത്? ഇപ്പോൾ ഗ്ലോ മേക്കപ്പ് ഉണ്ട്, നോർമൽ മേക്കപ്പ് ഉണ്ട്, പിന്നെ എയർ ഫ്രഷ് മേക്കപ്പ് ഉണ്ട്, HD മേക്കപ്പ് ഉണ്ട്. ഇതെല്ലാം HD തന്നെ വരുന്നതാണ്. പിന്നെ നമ്മൾ ഓരോരുത്തരുടെ സ്കിന്നനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ആവശ്യപ്പെട്ടതൊരു ഗ്ലോ മേക്കപ്പാണ്. അപ്പം ചെറിയ രീതിയിലൊരു ഗ്ലോ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നല്ല എന്താ പറയുന്നത്, നല്ല അതൊരു സ്കിൻ നാച്ചുറൽ ലുക്ക് തന്നെ ആയിരിക്കും. നമ്മൾ ഒരുപാട് മേക്കപ്പ്, പുള്ളിക്കാരി ആദ്യമേ പറഞ്ഞ് അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഇടല്ലേ എന്ന് പറഞ്ഞ് നമ്മളതൊരു അധികം മേക്കപ്പ് യൂസ് ചെയ്യാത്ത ആളാണ്. അധികം മേക്കപ്പ് ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ എന്താ ഫസ്റ്റ് നമ്മൾ ഫേസ് ക്ലീൻ ചെയ്തു. ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന കൺസീലറാണ്. പ്രൈമർ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമർ യൂസ് ചെയ്ത് ഓൾറെഡി. ഇപ്പം രണ്ടാമത് പ്രൈമർ തന്നെ പലതല്ലേ, ഒരുപാട് കമ്പനിയുടെ പ്രൈമർ ഉണ്ട്. പിന്നെ ബേസ് ഇടും. ഇപ്പം നമുക്ക് ആ ബേസിൻ്റെ ആവശ്യമില്ല. ബേസ് നമ്മളിടുന്നത് അതിൻ്റെ ആവശ്യം നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചില്ല എന്നേ ഉള്ളൂ. പ്രൈമറിൽ തന്നെ സ്വെറ്റ് ചെയ്യുന്നവർക്ക് പ്രത്യേകം അങ്ങനെ പ്രൈമർ എന്താണ്? സ്വെറ്റ് ചെയ്യുന്നവർക്ക് പ്രത്യേകം ഇല്ല. സെറ്റ് ചെയ്യുന്നവർക്ക് പ്രത്യേകതയുണ്ട്. പല കമ്പനി പല ഇതും പറയുന്നുണ്ട്. നമുക്ക് സൂട്ടായിട്ട് ഓരോ സ്കിന്നിനും ഓരോ. ഈ മേക്കപ്പ് ചെയ്യുന്ന എല്ലാവർക്കും പ്രൈമർ യൂസ് ചെയ്യാമോ? പ്രൈമർ എല്ലാവർക്കും ചെയ്യാം. പിന്നെ ഒരുപാട് ഡ്രൈ സ്കിന്നുകാർക്ക് നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓയിലി ആയിട്ടുള്ളവർക്ക് മോയ്സ്ചറൈസിങ് ക്രീം വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം എന്താ ചെയ്യുന്നത് ചേച്ചി? ഇതൊരു കറക്ടറാണ്. കണ്ണിൻ്റെ അവിടെയൊക്കെ ഒരു ചെറിയ കറുപ്പൊക്കെ ഉണ്ട്. അപ്പം അത് ആ കറക്ടർ ഇട്ടൊന്ന് നമ്മൾ കറക്ടർ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതേ സെയിം പ്രോസസ്സാണ്? എല്ലാവർക്കും. പുള്ളിക്കാരി ഓൾറെഡി ഫെയർ സ്കിന്നാണ്. പക്ഷെ അങ്ങനെ എല്ലാവർക്കും അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ചില സ്കിന്നിന് നമ്മളതെല്ലാവർക്കും ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഓരോ സ്കിന്നിനും ഓരോ രീതിയിൽ മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത്.